ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. അതായത് ഒരു നിമിഷം പോലും ദൈവത്തിൽ നിന്ന് അകലാതെ നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നല്ല നല്ല വാക്കുകൾ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക, അഫർമേഷൻസ് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒരാൾക്ക് ഇതെപ്പോൾ ചെയ്യാൻ പറ്റും, അല്ലെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുക അല്ലേ? ഇതിനൊക്കെ എവിടുന്ന സമയം? അഫർമേഷൻസ് ചെല്ലണം, പ്രാർത്ഥിക്കണം, മെഡിറ്റേഷൻ ചെയ്യണം. ഇതിനൊക്കെ എവിടുന്ന സമയം? ഞങ്ങൾക്കൊന്നും സമയമില്ല അല്ലേ? നമുക്ക് 24 മണിക്കൂർ ഉണ്ടല്ലേ? 24 മണിക്കൂറിൽ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങും, പിന്നെ 8 മണിക്കൂർ നമ്മൾ ജോലി ചെയ്യും, പിന്നെ ഒരു 8 മണിക്കൂർ നമ്മൾ പല പല കാര്യങ്ങൾ, അടുക്കളപ്പണി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി കുളിക്കണം, അങ്ങനെ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനിടയിൽ നമുക്ക് എവിടെയാണ് സമയം എന്നും പറയില്ലേ? രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി നേരം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉള്ളതല്ലേ? നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് എഴുന്നേറ്റ് വരിക. അപ്പം നമ്മൾ തലേ ദിവസം കിടക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവമേ ഞാൻ നന്ദി പറയുന്നു, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ദൈവമേ, നന്ദിയാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു, നന്ദിയാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയാൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അത് ഏത് ദൈവത്തിനെ ആണെങ്കിലും, ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും അവരുടെ ദൈവത്തിനെയാണ് അവർ പാടിപ്പുകഴ്ത്തുന്നത്. ആ ഒരു പാടിപ്പുകഴ്ച ഒരു മന്ത്രം കൊണ്ടോ തന്ത്രം കൊണ്ടോ അല്ല, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് തന്ന എല്ലാ നന്മകൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, ബുദ്ധിമുട്ടുകൾക്കും, എല്ലാ നേട്ടങ്ങൾക്കും, സന്തോഷങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക. നമ്മൾ അതിന് മുന്നേ പ്രാർത്ഥിക്കും അല്ലേ? കുടുംബ പ്രാർത്ഥന ഉണ്ടാവും, ദിനചര്യ, അതുപോലെ തന്നെ നാമം ജപിക്കും, അങ്ങനെ ഖുർആൻ വായിക്കും, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കിടക്കുന്ന ഒരു ടൈമില്ലേ, ആ ഒരു കിടക്കുന്ന സമയത്ത് നമ്മൾ എത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നാളത്തെക്കുറിച്ചുള്ള ആകുലതകളാകരുത്. നാളെ രാവിലെ എഴുന്നേൽക്കണമല്ലോ, നാളെ രാവിലെ എഴുന്നേൽക്ക്, നാളെ ഇന്ന സ്ഥലത്ത് പോകണമല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ചെല്ലണമല്ലോ, അല്ലെങ്കിൽ നാളെ കൊച്ചിന് എക്സാമാണ്, അങ്ങനെയുള്ള ഒരു എന്താ പറയുക, പരാതിയും പരിഭവവും കൊണ്ട് നമ്മൾ കിടന്നുറങ്ങരുത്. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്ന് തന്ന എല്ലാ നന്മകൾക്കും, ഇന്ന് കുഞ്ഞിന് എക്സാം ഉണ്ടാവും, ഇന്ന് നമ്മളെല്ലായിടത്തും പോയിട്ടുണ്ടാവും, ഇന്ന് നമ്മൾ ചിലപ്പോൾ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും, ഇന്ന് ചിലപ്പോൾ ചുമ്മാ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഈ ചുമ്മാ കിടന്നുറങ്ങാനും ഒരു ഭാഗ്യം വേണ്ടേ? അപ്പോൾ അതിന് ദൈവത്തിന് നന്ദി പറയുക. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്കും നമ്മളെ കാത്ത് സംരക്ഷിച്ച് വഴി നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുക. നമ്മൾ പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ യാതൊരു തെറ്റും സംഭവിക്കാതെ, ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ സംസാരം തുടരാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുക. നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു, മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചു, ഇന്ന് നല്ലൊരു ഹോട്ടലിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിച്ചതിന് ദൈവത്തോട് നന്ദി പറയുക. അതേപോലെ ഇന്ന് നല്ല രീതിയിൽ നമ്മുടെ പങ്കാളികളോട് നമുക്ക് പെരുമാറാനായി, നമ്മുടെ മക്കളോട് പെരുമാറാനായി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പുറത്തുള്ളവരോട് ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ വളരെ ഒരു സൗഹാർദ്ദപരമായിട്ട് നമ്മൾക്ക് അവരോട് പെരുമാറാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുക. ഇതിനെല്ലാം നമ്മൾ ആ ഒരു ദിവസം ഓർക്കുമ്പോൾ, കിടക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. ചിലപ്പോൾ ആ ഒരു ദിവസം എല്ലാവരോടും എതിർത്ത ദിവസമായിരിക്കും, തല്ലുപിടിച്ച ദിവസമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യങ്ങൾ നടക്കാത്ത ദിവസമായിരിക്കും, അലച്ചിൽ ഉള്ള വെയിൽ കംപ്ലീറ്റ് കൊണ്ട് സങ്കടപ്പെട്ട് വിഷമിച്ച് കിടന്നതാണെങ്കിൽ പോലും ആ ഒരു വിഷമത്തിന് ദൈവം നാളെ നമുക്ക് നല്ലത് തരും. ഞാൻ ഈ വിഷമങ്ങളും എൻ്റെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു. നാളേക്ക് വേണ്ട നല്ലതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ത്യാഗങ്ങൾ ഞാനൊരു രത്നം പോലെ ദൈവത്തിന് കൊടുക്കണേണ്. നമുക്കുണ്ടായ മുള്ളുകളും നമുക്കുണ്ടായ കല്ലുകളും നമുക്കുണ്ടായ വിഷമങ്ങളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. കാരണം എനിക്ക് സമർപ്പിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് വന്ന വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം, എന്തെല്ലാം സങ്കടങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു ലോണിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടാവും, ലോൺ ശരിയായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവിടെയൊക്കെ നമുക്ക് പല പല വിഷമങ്ങൾ നേരിട്ടുണ്ടാവാം. കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടി പോയിട്ട് അഡ്മിഷൻ ശരിയായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിനോട് തല്ലി പിടിച്ചിട്ടുണ്ടാവും, മക്കളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, മക്കളെ തല്ലിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ വീട്ടിലെ മറ്റുള്ളവരോട്, അല്ലെങ്കിൽ അയൽവക്കക്കാരോട്, അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥരോട്, നമ്മുടെ കീഴ് ജീവനക്കാരോട്, നമ്മളോട് തന്നെ നമ്മളിങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ മനസ്സ് മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും, നമ്മൾ പലരുടെയും മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ മുറിവേൽപ്പിക്കുന്നതും പോലെ നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെയും മുറിവേൽപ്പിക്കുന്നതും ഒരു
വിഷമമല്ലേ? നമ്മൾ ചിന്തിക്കും, ദൈവമേ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അവരോട് ഇങ്ങനെ ഒരു വിഷമം ചെയ്തു പോയല്ലോ. ആ ചെയ്തു പോയി എന്ന് നമ്മൾ പശ്ചാത്തപിക്കുന്ന ആ ഒരു പശ്ചാത്താപമില്ലേ, ആ ഒരു പശ്ചാത്താപവും ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ്. നമ്മളൊരു ദൈവത്തിന് നന്ദി കൊടുക്കുന്ന പോലെയാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു പശ്ചാത്താപവും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, അതിനോടുള്ള ഒരു മനോഭാവം ഇല്ലേ, ആ ഒരു മനോഭാവമാണ് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ സമർപ്പിക്കുന്ന പൂക്കൾ, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനം. ആ ഒരു സമ്മാനം ദൈവം കരുതി വയ്ക്കും. ഈ പ്രപഞ്ച ശക്തി, നമ്മുടെ ചുറ്റുമുള്ള ഒരു എനർജി, നമ്മൾ ദേഷ്യത്തോടെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ദേഷ്യമായിരിക്കും, നമ്മൾ ചുറ്റും വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി ദേഷ്യമായിരിക്കും. നമ്മൾ സന്തോഷത്തോടുകൂടി ഇന്നുണ്ടായ മുള്ളുകളും ഇന്നുണ്ടായ കല്ലുകളെല്ലാം സമർപ്പിച്ചിട്ട് ആ എനർജിക്ക് കൊടുക്കണേണ്. എല്ലാം എൻ്റെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വരുക്കൂട്ടുന്ന എൻ്റെ നല്ല ഫലങ്ങളായിട്ട് അതിനെ മാറ്റാൻ നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് കിടന്നുറങ്ങുക. അന്നത്തെ ദിവസത്തിന് നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യണം. എന്ത് ദുഃഖം ഉണ്ടായാലും ആ ദുഃഖത്തിനെ നമ്മളൊരു പൂമാല പോലെ നമ്മുടെ പോസിറ്റീവ് എനർജിക്ക് കൊടുക്കുക. അത് ആ ഒരു വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടില്ല എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുക. നമ്മുടെ മൈൻഡിനോട് തന്നെ പറയണം, എനിക്കതൊന്നും തട്ടിയിട്ടില്ല, എനിക്കതൊന്നും ഏറ്റിട്ടില്ല. നമ്മളുടെ ഉള്ളിൽ ആ കല്ലുകളും മുള്ളുകളും കിടക്കുന്തോറും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെയാണ് ഈ മനസ്സ് സ്വീകരിക്കുന്നതായിട്ട് അത് കാണും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഇഷ്ടം കല്ലുകളും മുള്ളുകളുമാണ്. നമുക്കതൊന്നും വേണ്ട, മുള്ളും വേണ്ട, കല്ലും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് ശാന്തവും സുന്ദരവുമായ നല്ലൊരു ജീവിതം, സമ്പദ് സമൃദ്ധി, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം അല്ലേ? നമുക്ക് എന്തും നമ്മുടെ ഉള്ളം കയ്യിൽ വേണം. അതാണ് സമ്പദ് സമൃദ്ധി, അബണ്ടൻസ്. ഇതെല്ലാം നമുക്ക് വേണമെന്ന് നമ്മുടെ അനന്ത ബുദ്ധിശക്തിയോട്, നമ്മുടെ ഒരു ബുദ്ധിശക്തിയുണ്ട്, നമ്മുടെ ഒരു എനർജി ഉണ്ട്, നമ്മുടെ പോസിറ്റീവ് വൈബ്രേഷനോട് നമ്മൾ സംസാരിക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് മാത്രം കടന്നു വരുള്ളൂ. പോസിറ്റീവ് ചിന്തകൾ മാത്രം മതി. അത് എല്ലാവരും പറയും, പോസിറ്റീവ് മാത്രം ചിന്തിച്ചാൽ ഞങ്ങൾ നെഗറ്റീവ് ചിന്തിക്കണ്ടേ, നിങ്ങൾ എക്സ്ട്രീം ചിന്തിക്കണ്ടേ. എക്സ്ട്രീം ചിന്തിച്ചോ, ഒരു പ്രശ്നമില്ല. ഈ എക്സ്ട്രീം ആയിരിക്കരുത്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴുള്ള എക്സ്ട്രീം മാത്രം ചിന്തിച്ച് കിടന്നുറങ്ങരുത്. നമ്മൾ എക്സ്ട്രീം എല്ലാം ചിന്തിക്കണം, പക്ഷെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെ എൻഡ് പോസിറ്റീവ് ആയിരിക്കണം. എക്സ്ട്രീം നമ്മൾ ചിന്തിക്കണം, എന്തിനും ഒരു നെഗറ്റീവ് ഉണ്ട്, ചിന്തിക്കണം. പക്ഷേ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് മാത്രമായിരിക്കണം. പോസിറ്റീവ് ചിന്തയോടും പോസിറ്റീവ് മനസ്സോടും ഉറങ്ങുക, എഴുന്നേൽക്കുക, അന്നത്തെ ദിവസം ജീവിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. എല്ലാവരും പോസിറ്റീവായിരിക്കുക, സന്തോഷമായിരിക്കുക, ചിരിക്കുക. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ.